സർഗകേരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കല്യാണിക്കുട്ടിയമ്മ എന്ന കഥയുടെ രണ്ടാം ഭാഗം കേൾക്കാം. രചന വിജയാശാന്തൻ കോമളപുരം. അവതരണം ഗായത്രി ജഗദീശൻ. മറ്റുള്ളവർ എന്താ എന്ന് ചോദിക്കുന്ന നോട്ടം കണ്ട് ശങ്കരൻകുട്ടി മാഷ് പരസ്യം മറ്റുള്ളവരെ കാണിച്ചു. വൃദ്ധസദനത്തിൽ ഒരു മുത്തശ്ശിയുണ്ട്. പ്രായം 60 വയസ്സ്, 3 മാസവും 18 ദിവസവും, ഇരുനിറം, ആരോഗ്യവതി, കാഴ്ചയിൽ സുന്ദരി. മുത്തശ്ശിയെ ആവശ്യമുള്ളവർ സമീപിക്കുക. വൃദ്ധസദനം, കെയർ ഓഫ് ശങ്കരൻകുട്ടി മാഷ്, ആലുവ, പിൻ നമ്പർ 688806, ഫോൺ നമ്പർ 89898991. എല്ലാവരും പരസ്യം കണ്ടു കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് മുത്തശ്ശിയെ ആവശ്യമുണ്ട്. ഞങ്ങൾ മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. കുട്ടികൾ ദൂരേക്ക് കൈ ചൂണ്ടി. അതാ ഞങ്ങൾ വന്ന വാഹനം. അതിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയുമുണ്ട്. എവിടെ മുത്തശ്ശി? വേഗം ഞങ്ങളുടെ മുത്തശ്ശിയെ വിളിക്കി. അപ്പോഴേക്കും പുറത്തേക്ക് വന്ന കല്യാണിക്കുട്ടിയമ്മ കണ്ടു തൻ്റെ സ്വന്തം കൊച്ചുമക്കൾ. കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. തൂണിൽ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കല്യാണിക്കുട്ടി അമ്മയ്ക്ക് അതിന് കഴിഞ്ഞില്ല. നിലത്തേക്ക് വീണു. അയ്യോ, നമ്മുടെ കല്യാണിക്കുട്ടി അമ്മ! എല്ലാവരും ഓടിക്കൂടി. അവരുടെ ഇടയിൽ കൂടി മുത്തശ്ശീന്ന് വിളിച്ചുകൊണ്ട് കുട്ടികളും. ഇപ്പോൾ കല്യാണിക്കുട്ടി അമ്മ സന്തോഷവതിയാണ്. ഐശ്വര്യമുള്ള വീട്ടമ്മയായി. എന്തിനും ഏതിനും എല്ലാവർക്കും കല്യാണിക്കുട്ടിയമ്മ വേണം. അങ്ങനെയിരിക്കെ ഒരു ദിവസം പത്രക്കാരൻ ജോസിനോട് എന്തൊക്കെയോ പറഞ്ഞു. എല്ലാത്തിനും ജോസ് തല കുലുക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം മുതൽ കല്യാണിക്കുട്ടിയമ്മ ഇടയ്ക്കിടെ പുറത്തേക്ക് നോക്കും. ആരെങ്കിലും വരുന്നുണ്ടോ? ആരും വരുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ട് പിൻവലിയും. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഉച്ചയോടുകൂടി ആ വൃദ്ധസദനത്തിന്റെ പടിക്കൽ 2 കുട്ടികൾ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും ജിജ്ഞാസയോടെ കുട്ടികളെ നോക്കി. 12 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും 15 വയസ്സ് തോന്നിക്കുന്ന ഒരാൺകുട്ടിയും. എന്താ ഇവിടെ? ആരെ കാണാൻ വന്നതാ? ആരോ ചോദിച്ചു. ഇവിടെ ഒരു മുത്തശ്ശിയില്ലേ, കല്യാണിക്കുട്ടിയമ്മ? ആ മുത്തശ്ശിയെ കാണാൻ വന്നതാ. കുട്ടികൾ തോളിൽ തൂക്കിയിരുന്ന ബാഗിൽ നിന്നും ഒരു വർത്തമാന പത്രം എടുത്ത് നിവർത്തി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പരസ്യം കണ്ടു വന്നതാ. പരസ്യം കണ്ട വൃദ്ധസദനത്തിന്റെ ഉടമ ശങ്കരൻകുട്ടി മാഷ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. എങ്ങനെയൊരു പരസ്യം? അങ്ങനെ പഴയ ഓർമ്മയ്ക്കും പുതിയ അനുഭവങ്ങളും ഇഴപിരിഞ്ഞ് ഓരോ ദിവസവും ഓരോ യുഗം പോലെ തോന്നി. പയ്യെ പയ്യെ ആ അമ്മയും സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. തന്നെ അന്വേഷിച്ച് തൻ്റെ മകൻ വരില്ല. ആ അമ്മയുടെ മനസ്സിലും കണ്ണുകളിലും കൊള്ളിയാനുകൾ മിന്നി മറഞ്ഞു. ബോധം കെട്ട് നിലത്തു വീണു. ഒരാഴ്ചത്തെ ആശുപത്രി വാസത്തിനു ശേഷം തിരിച്ചെത്തിയ കല്യാണിക്കുട്ടി അമ്മയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ആ അമ്മ അടുക്കളയിലെ ജോലിക്കാരെ സഹായിക്കാൻ കൂടി. തൊടിയിൽ കൃഷിപ്പണിയും ചെയ്തു തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എല്ലാവർക്കും അമ്മയായി.